സർ, നമ്മുടെ സമൂഹമാകെ ലഹരി വ്യാപിക്കുന്ന ആശങ്ക പടരുമ്പോൾ വലിയ പ്രതീക്ഷയുള്ള ഒരു വകുപ്പാണ് കായിക വകുപ്പ്. എന്നാൽ കായിക വകുപ്പ് ഇന്നൊരു വാഗ്ദാന വകുപ്പ് മാത്രമായി മാറിയിരിക്കുകയാണ് സർ. ഈ സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ തുടർച്ചയായി പറയുന്ന ഒരു കാര്യമാണ് എല്ലാ പഞ്ചായത്തിലും ഒരു സ്റ്റേഡിയം പണിയും എന്നുള്ളത്. എന്നാൽ സാർ, എല്ലാ നിയോജക മണ്ഡലത്തിലും ഒരു സ്റ്റേഡിയം നിർമ്മിക്കുമെന്നുള്ളത് ഈ സർക്കാരിന്റെ ഒരു വാഗ്ദാനമായിരുന്നു സർ. ഈ കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ എത്ര കളിസ്ഥലങ്ങൾ ഇത്തരത്തിൽ നിർമ്മിച്ചു പൂർത്തീകരിച്ചിട്ടുണ്ട്? അതിന് സർക്കാർ എത്ര തുക ചെലവഴിച്ചു? സംസ്ഥാനത്ത് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ധാരാളം കേസുകൾ ഇപ്പോൾ പിടിക്കുകയും അതിൻ്റെ പ്രതികളെല്ലാം അറസ്റ്റ് ചെയ്യുന്ന വാർത്തകൾ ദിനേന വന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ വായിച്ച പത്രങ്ങളിലൊക്കെ തന്നെ അങ്ങയുടെ പാർട്ടിയിലെ ആളുകൾ തന്നെ ധാരാളമായി ഇതിൽ പ്രതികളായും വരുന്നത് കാണുന്നുണ്ട്. അല്ല, പറഞ്ഞതാണ്. ബഹുമാനപ്പെട്ട മന്ത്രി മറുപടി പറഞ്ഞപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്തുകൊണ്ടുള്ളൊരു പരാമർശം ഉത്തരത്തിൽ പറഞ്ഞത്. സാർ, അത് അദ്ദേഹം പിൻവലിക്കണം, അല്ലെങ്കിൽ അങ്ങ് രേഖയിൽ നിന്ന് നീക്കം ചെയ്യണം. അത് പരിശോധിച്ച് ചെയ്യാം. അതുപോലെ പറഞ്ഞല്ലോ, ചോദ്യകർത്താവും വല്ലാത്ത രീതിയിൽ മിനിസ്റ്റർ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചത്. ചോദ്യകർത്താവും അതിന് അദ്ദേഹം മറുപടി പറയണമെന്നുള്ള വേറൊരു ഭാഗം. ചോദ്യകർത്താവും ചോദ്യത്തിൽ അങ്ങനെ പരാമർശിച്ചത്. അത്തരം കാര്യങ്ങൾ രേഖയിൽ ഉണ്ടാവില്ല. അത്തരം കാര്യങ്ങൾ രേഖയിൽ ഉണ്ടാവില്ല. ചോദ്യകർത്താവ്, നിങ്ങൾ ഡിമാൻഡ് ഡിസ്കഷനിൽ പറഞ്ഞോ ബ്ലെയിമിംഗ് ഒക്കെ, ചോദ്യോത്തര വേളയിൽ ഇത്തരം ബ്ലെയിമിംഗ് ഒഴിവാക്കുക. യെസ്, അത്തരം പരാമർശ രേഖയിൽ ഉണ്ടാവുന്നില്ല. യെസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ, ഉത്തരം